ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നെ കത്തിരണ്ട് പേര് നിൽപ്പുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അല്ലറ ചില്ലറ പർച്ചേസിന് വേണ്ടിയാണ്. നമ്മൾ നേരെ ചെന്ന് കയറിയ സനയിലുള്ളിലോട്ടാണ്. അവിടെ ഫ്രണ്ട് ഇരിക്കുന്ന ഈ സാധനത്തെ കൊണ്ട് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല. അങ്ങനെ അതിലും കാശ് ഇട്ടിട്ട് ഒരു കാത്തിരിപ്പായിരുന്നു. കിട്ടി ഗൈസ്. ആ പൈസ അങ്ങനെ പോയി കിട്ടി. അങ്ങനെ പൈസ കൊണ്ട് കളഞ്ഞതിന്റെ സന്തോഷം ആ മുഖത്ത് നിങ്ങൾക്ക് കാണാനില്ലേ ഗൈസ്. അങ്ങനെ അതവിടെ ഉപേക്ഷിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറി. പിന്നെ അവിടെ കുറെ നേരം തെണ്ടി തിരിഞ്ഞു നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാന്ന് പോലും അറിയാണ്ട് കുറെ നേരം. എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആട്ടോ ഇത്. ഇവിടെ ഞാൻ എത്ര നേരം വേണ്ടില്ല, കാരണം നമ്മുടെ ഉദ്ദേശം അത് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ കേക്കിന്റെ സെക്ഷനിലേക്ക് പോയി. ഇതുമാത്രം വെറൈറ്റി കേക്കുകൾ. ബട്ട് ഇതൊന്നും നമ്മളിപ്പോ മേടിക്കാനല്ല വന്ന ഉദ്ദേശം എന്താന്ന് കൂടി മറന്നുപോയി. സീ ഗൈസ്, ചക്കയ്ക്കൊക്കെ എന്താ വരാ. അങ്ങനെ അതും നമ്മൾ അവിടെ ഉപേക്ഷിച്ചു. ഇങ്ങനെയും സന്തോഷം കണ്ടെത്തുന്ന സൈക്കോൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഗൈസ്? ബൈ ദ വേ, നമ്മളിവിടെ വന്നത് നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡ് മേടിക്കാനാണ്. അങ്ങനെ ഫുഡും മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങിപ്പോയത് സൈക്കിൾ കടയിലും. അവിടെ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. ഇതവേ ഞാനൊരു പ്രോ റൈഡർ ആണ് കേട്ടോ. ഇനി അതോടെ ഉള്ളു പരീക്ഷിച്ചോ. എങ്കിൽ അതോടെ ആയിക്കോട്ടെ. ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിച്ചിരുന്നപ്പോൾ ഒരുത്തിനോടുന്ന് ബാക്കിന്ന് ഡയലോഗ്. അതെ ഗൈസ്, ഇത് അവന് വേണ്ടി മേടിച്ചതാട്ടോ. അങ്ങനെ ഞാനൊന്ന് ചോദിച്ചു നോക്കി. സാധാരണ ഇങ്ങനെയല്ല പറയാം. അങ്ങനെ നമ്മൾ സാധനം മേടിച്ചിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഒന്നും പറ്റിയതല്ല ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് സാഹിത്യം വരുന്നത്. അങ്ങനെ ചായയും കടിയും പാസ്സാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമുക്ക് പോകാനുള്ള വാഹനം എത്തിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.